ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ ആഴ്ച ആളിക്കത്തിയ ഒന്നായിരുന്നു മത്സരാർത്ഥികളുടെ PR സംബന്ധിച്ചുള്ള വിവാദം. പലരും മുൻപ് ഇതേക്കുറിച്ച് അടക്കം പറഞ്ഞിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തതോടെ എല്ലാവർക്കും ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചു. നിലവിലെ മത്സരാർത്ഥികളിൽ PR ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഒരാളെയും അങ്ങനെ ഇല്ല എന്ന് കരുതപ്പെടുന്ന ഒരാളെയും ചൂണ്ടിക്കാട്ടി. കാരണം പറയാനായിരുന്നു ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് ആവശ്യപ്പെട്ടത്. അത് പ്രകാരം PR ഉള്ള മത്സരാർത്ഥിയെന്ന് കൂടുതൽ പേരും പറഞ്ഞത് അനുമോളുടെ പേരായിരുന്നു. അനുമോൾ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് സഹമത്സരാർത്ഥികളിൽ പലരും അറിയിച്ചു. ഒടുവിൽ അനുമോൾ തന്നെ ഇക്കാര്യം സമ്മതിക്കുകയുമുണ്ടായി. കഴിഞ്ഞ ദിവസം വാരാന്ത്യ എപ്പിസോഡിൽ മോഹൻലാലും ഇക്കാര്യം ചർച്ചയാക്കി. PR എന്ന വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ട്, അതറിയാമോ എന്നാണ് മത്സരാർത്ഥികളോട് മോഹൻലാലിന്റെ ചോദ്യം. എന്നിട്ട് അനീഷിന്റെ പേരും അദ്ദേഹം വിളിക്കുന്നു. ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നത് എനിക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല എന്നാണ് അനീഷിന്റെ പ്രതികരണം. 5 വർഷമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കയറാൻ കാത്തിരുന്ന ഒരാളാണ്. PR-നെ കുറിച്ചൊന്നും അറിയില്ല. തുടർന്ന് അനീഷിനെ കുറിച്ച് മോഹൻലാലിന്റെ വിമർശനം. PR സംബന്ധിച്ച ഹൗസിലെ ചർച്ചയിൽ സീസൺ ആരംഭിക്കുന്നതിന് 3 ദിവസം മുമ്പ് മാത്രമാണ് ബിഗ് ബോസിൽ നിന്നൊരു കോൾ തനിക്ക് വന്നതെന്ന് അനീഷ് നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ശരിയാണോ എന്ന് മോഹൻലാലിന്റെ തുടർചോദ്യം ഉണ്ടായിരുന്നു. 3 ദിവസം മുൻപാണ് തനിക്ക് ഫൈനൽ അറിയിപ്പ് കിട്ടിയതെന്ന് അനീഷിന്റെ മറുപടി. എന്നാൽ ഇത് ശരിയല്ലെന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. 12 ദിവസങ്ങൾക്ക് മുൻപാണ് ഞങ്ങൾ അറിയിക്കുന്നത്. തുടർന്ന് മോഹൻലാൽ പറയുന്നു, അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന അനീഷിന്റെ പ്രതികരണത്തോട് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കുമെന്ന് പറയുകയാണ് മോഹൻലാൽ. അനീഷിന്റെ മുഖംമൂടി അഴിഞ്ഞുവെന്നാണ് പ്രേക്ഷകരുടെ കമന്റുകൾ.